എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ചോദ്യം ഞാൻ തന്നെ. ഇപ്പൊ നമ്മളിപ്പോ പ്രകൃതി ആധ്യാത്മികത എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രകൃതി ആധ്യാത്മിക. പക്ഷെ ഞാനിപ്പോ നോക്കിയപ്പോ പലപ്പോഴും തോന്നണ ഇപ്പോ ഈ ആധ്യാത്മികതയും ഭൗതികതയും ഒരു നാണയത്തിന്റെ രണ്ടു വശമായിട്ടല്ലേ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൂടി ചേർന്നാണല്ലോ പോണത്. അപ്പൊ ഇപ്പൊ ഈ പ്രകൃതിയിൽ ഉണ്ടാവണ ഇപ്പൊ ഈ ദൃശ്യപ്രപഞ്ചത്തിനെ വേണമെങ്കിൽ നമുക്ക് ഭൗതികത എന്ന് പറയാം. അതിന്റെ ഉള്ള ചലനാത്മകത, ഡൈനാമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്കാക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അത് ശരിക്ക് ഇതിങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അതിനെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മറ്റേ ഭൗതികത എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ സാധാരണ ജനങ്ങൾ? അല്ലെങ്കിൽ ഇപ്പോ മനുഷ്യന് മാത്രമുള്ള ഇപ്പൊ ഈ വക കാര്യങ്ങൾ ബാക്കിയുള്ള ഇതര ജീവജാലങ്ങളെല്ലാം പ്രകൃതിയോടെയാണെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോ മാത്രം അതിന് 100 കൂട്ടം പ്രശ്നങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ പഠിക്കേണ്ടി വരുന്നത്. അവ ജനിച്ചപ്പോ അവനെല്ലാം ആ തലത്തിലേക്ക് വന്നാലും പിന്നെ അവൻ ഇതൊക്കെ പഠിക്കേണ്ടി വരുന്ന ഒരു കാര്യം ആ മനുഷ്യന്റെ ആ വിശേഷ ബുദ്ധി കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ അവന് ഇതെല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത് ബാക്കിയുള്ള? അപ്പൊ എന്താണ് ആ മനുഷ്യ കുലത്തിന് ഉള്ള ആ ഒരു പ്രത്യേകത എന്ന് അതിന്റെ കാഴ്ചപ്പാട്? ഓക്കെ, ആദ്യം ഈ പ്രകൃത്യാത്മീയത എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ പ്രകൃതിക്ക് ഒരു ആത്മീയ ഭാവമുണ്ടെന്ന് പ്രകൃതി എന്നുള്ള പദം ഉപയോഗിക്കുന്നവർക്ക്, സാധാരണ രീതിയിൽ പ്രകൃതി എന്നുള്ള പദം ഉപയോഗിക്കുന്നവർ അവർക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം പ്രകൃതി എന്നുള്ള പദം സാധാരണ പൊതുവേദിയിൽ വലുതായിട്ട് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകര്, പ്രകൃതി ജീവനക്കാര്, പ്രകൃതി ചികിത്സകര്, യോഗ പഠിക്കുന്നവര്, യോഗികൾ എന്നല്ല ഞാൻ പറഞ്ഞു, യോഗ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവര്, പിന്നെ അങ്ങനെയുള്ളവരാണ് സാധാരണ രീതിയിൽ പ്രകൃതി എന്നുള്ള പദം പൊതുവിൽ ഉപയോഗിക്കുന്നത്, പ്രകൃതി എന്നുള്ളതിനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നത്. അവിടെ അതിന്റെ ഒരു ഭൗതിക ഭാവത്തെക്കുറിച്ചാണ് സാധാരണ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ആത്മീയത അല്ലെങ്കിൽ ആത്മീയ തലം, ആധ്യാത്മിക തലം എന്നുള്ള ഒന്ന് ഉള്ളതായി വിശേഷിപ്പിക്കാറില്ല. അത് ഒരു വശം. മറ്റൊരു വശം എന്താന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്ന ഒന്ന് മതത്തിന്റെ സ്വന്തം പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒന്നാണെന്ന് ധരിക്കുന്നവരാണ് പൊതുലോകം. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പൊതുലോകം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഭൗതികതയും ആത്മീയതയും, ഭൗതികത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതങ്ങളാൽ രൂപിതമായത്, പഞ്ചഭൂതങ്ങളാൽ രൂപിതമായതാണ് ഭൗതികം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതികമായതും ആ ഭൗതികമായതിന്റെ പ്രകടരൂപമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി എന്ന് പറയുന്നത് അതിന്റെ ആത്മീയത, അതിന്റെ പ്രവർത്തനാത്മകമായ ചലനാത്മക പ്രേരണയാകുന്നത് എന്തോ അത് എന്താണെന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, വാക്കിൽ വിശദീകരിക്കുന്നില്ല. അതെന്തോ അങ്ങനെ ഒന്നുണ്ട് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ്, വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രകൃത്യാത്മീയത എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഈ പ്രകൃത്യാത്മീയത എന്നുള്ള പദം പൊതുവിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ളതെല്ലാം പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതിയെ പഠിപ്പിക്കുന്നവരുമാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള പലരും ആത്മീയ സാധകരോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ഞാനൊക്കെ വന്നിട്ടുള്ളത് ശാസ്ത്രത്തിന്റെയും പിന്നെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെയും ലോകത്ത് നിന്നാണ്. ഞാൻ പ്രകൃതി എന്നുള്ള പദത്തിലേക്ക് എത്തുന്നത് ഈ വഴിക്ക് യാത്ര ചെയ്ത് സത്യാന്വേഷണം നടത്താനുള്ള വഴി ശാസ്ത്രമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ ബോധ്യത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അത് പൂർണ്ണമാകണമെങ്കിൽ അതിന് ഒരു ശാസ്ത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കണമെന്നും, പരിസ്ഥിതിയെ മനസ്സിലാക്കണമെന്നും, പരിസ്ഥിതിയെ മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കണമെന്നും, പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആധ്യാത്മിക തലം മനസ്സിലാക്കണമെന്നും അറിഞ്ഞറിഞ്ഞ് വന്നിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ആ കാലത്താണ് നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജോൺ സി മാഷ് ഇവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരോട് പറയുന്നത് ഇത്തരത്തിലല്ല നമ്മൾ അതിനെ കാണുന്നത്, അതിന്റെ പരിസ്ഥിതിക്ക് ഒരു ആത്മീയ തലമുണ്ട്, ആത്മീയ തലത്തെയാണ് നമ്മൾ അറിയേണ്ടതെന്ന് പറയാൻ വേണ്ടി, വിശേഷിപ്പിക്കാൻ വേണ്ടി പാരിസ്ഥിതിക ആത്മീയത, പ്രകൃതി ആത്മീയത എന്നുള്ള പദം ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മള് അത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ക്ലിക്കാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രയോഗം നടത്തി എന്നുള്ളതാണ്.
പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതായത് റിലീജിയസ് അല്ലാതെ ഉള്ള ഒരു പ്യുവർ സ്പിരിച്വാലിറ്റി, അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്നൊരവസ്ഥ. അപ്പൊ ഇതിപ്പോ ശാസ്ത്രവാദികൾക്കോ മതവാദികൾക്കോ ഭക്തിവാദികൾക്കോ യുക്തിവാദികൾക്കോ ഒന്നും ഇതിനോട് എന്താ പറയാ കലഹമുണ്ടാകാൻ ഉള്ള സാഹചര്യം കുറവാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതിനെ നമ്മൾ നിലനിർത്തുന്നതും കൊണ്ടുപോകുന്നതും പരിചയപ്പെടുത്തുന്നതും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ നമ്മൾ പ്രകൃത്യാത്മീയത, പാരിസ്ഥിതികാത്മീയത എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം അതാണ്. പിന്നെ ഇപ്പോ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അമ്പലവാസിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവുകയൊക്കെ ആയിട്ട് ജീവിച്ചു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ അവർ പരിചയപ്പെട്ടു വന്നിട്ടുള്ള പുരാണങ്ങള്, ഭക്തി ബിംബങ്ങള്, ആചരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ വ്യക്തിത്വവും ചിന്താപദ്ധതിയും തന്നെ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു അവസ്ഥയിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഷാഡോ സൈക്കോളജി എന്തായിരിക്കും? അവിടെ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അവർ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സാധനമല്ല. ഇത് ഏത് മതത്തിന്റെ അകത്ത് നിന്നും നോക്കുന്ന ഒരാളെ സംബന്ധിച്ച്, മതത്തിനകത്ത് വികസിച്ച് വന്ന് മതത്തിൽ വിശ്വസിക്കുന്നു വേണ്ട, പക്ഷെ മതത്തിന്റെ അകത്ത് ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ആളുകൾ അവര് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഇത്തരം ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് യുക്തിവാദം പോലൊരു സാധനമായിട്ട് അവർക്ക് തോന്നും. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പറയുന്ന, യുക്തിയുക്തമായി കാര്യങ്ങളെ സമീപിക്കുന്ന ആ ഒരു സമീപനം എന്ന് പറയുന്നത് പലർക്കും മതത്തിൽ നിന്നും വന്നവർക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാകാം. അതേസമയം മതത്തിനകത്ത് നിന്നുകൊണ്ട് താൻ അറിഞ്ഞതിനും അപ്പുറത്ത് ഒരു ട്രൂ ഡയമെൻഷൻ ഉണ്ടല്ലോ, ഒരു പ്യുവർ ഡയമെൻഷൻ ഉണ്ടല്ലോ എന്ന് കരുതി അതിനെ കൂടുതൽ അന്വേഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് മതത്തിന്റെ ബാരിയറുകൾ വിട്ട് അപ്പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു കച്ചിത്തുരുമ്പാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന പ്രകൃത്യാത്മീയത എന്നുള്ള ഒരു വിഷയം. അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വിശദീകരണങ്ങൾ, ആ വിശദീകരണങ്ങൾക്ക് അപ്പുറത്ത് തൃപ്തമായിട്ടുള്ള യുക്തമായിട്ടുള്ള അനുഭവവേദ്യമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ വ്യാഖ്യാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് എനിക്ക് ആദ്യ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യമായി പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഈ ഒരു, അല്ലെ അങ്ങനെയല്ലേ ചോദിച്ചത്? അതെ, മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വിഭിന്നനാക്കുന്നത്, ഘടനാപരമായി വിഭിന്നമാക്കുന്നത് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള അവന്റെ ശേഷിയാണ്. നമ്മൾ നേരത്തെ ഇവിടെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണോ നീ അറിയുന്നത് അതാണ് നീ. നമ്മൾക്ക് ജ്ഞാനമാകുന്നതെന്തോ അതാണ് നമ്മൾ. അനുരൂപനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, പൊരുത്തമാകൽ. പൊതുവായ ജ്ഞാനത്തെ നമ്മൾ അനുരൂപനം എന്ന് പറയാം. ഞാൻ എന്റെ ശരീരത്തോട് അനുരൂപപ്പെടുമ്പോഴാണ് എന്റെ ശരീരമായിട്ട് നിൽക്കുന്നത്. ഞാനും എന്റെ ശരീരവും അനുരൂപപ്പെടുന്ന അവസ്ഥയാണ്. എന്റെ ശരീരം ഞാനിനനുസരിച്ച്, എനിക്ക് എന്റെ ശരീരത്തിനനുസരിച്ച് നിലകൊള്ളുന്നത്. അപ്പോ എന്റെ ശരീരവും ഞാൻ എന്നുള്ള ബോധവും തമ്മിൽ പൊരുത്തമായി നിൽക്കുമ്പോഴാണ് ഞാൻ പോലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ പരിസ്ഥിതിയിലോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഞാൻ അതിനോട് പൊരുത്തമാകും. അപ്പോൾ ആ പൊരുത്തമാകൽ എന്നുള്ള അവസ്ഥ സഹജഭാവത്തിലാണ് മറ്റു ജീവികളിലുള്ളത്. മറ്റു ജീവികളിലൊക്കെ തന്നെ സഹജഭാവത്തിലാണ്. അപ്പോ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അത് സഹജഭാവത്തിനേക്കാളും കൂടുതൽ, അവൻ സഹജഭാവത്തെക്കാളും ശീലത്തെക്കാളും വിശ്വാസത്തെക്കാളും കൂടുതൽ ഭാവനയ്ക്ക് ശേഷിയുള്ളവനാണ്. അപ്പോ ആ ഭാവന കൊണ്ട് അവൻ പലതിനെക്കുറിച്ചും വിശകലനം നടത്തി അതിനെക്കുറിച്ചുള്ള സ്ഥിതി വിവരങ്ങൾ സംശയീകരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഭാവനാത്മകമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ ലോകത്തെ കാണുന്ന സമയത്ത്, അവൻ അവന്റെ സ്വയം അവസ്ഥയെ കാണുന്ന സമയത്ത് അവന് അതിന് വിവിധ രൂപങ്ങൾ, വർണ്ണങ്ങൾ അവന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ആത്മീയത എന്ന് പറയുന്നത്, ആത്മീയത എന്താണെന്ന് ആദ്യം പറയുമ്പോഴാണ് ഇത് കൂടുതൽ വ്യക്തമാവുക. ഏതൊരു വസ്തുവിനെയും നമുക്ക് ഗോചരമാകുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രിയഗോചരമാകുന്നത്, അല്ലെങ്കിൽ ദൃശ്യമാകുന്നത്, അല്ലെങ്കിൽ ദൃശ്യത്തിലൂടെ ബോധ്യമാകുന്നത്, അനുഭവവേദ്യമാകുന്നത് അതിന്റെ ഭൗതിക ഘടന അനുസരിച്ചാണ്. അതിന്റെ ഭൂതഭാവങ്ങൾ എങ്ങനെയെല്ലാമാണോ അതിനനുസരിച്ചാണ് നമുക്കതിനെ ബോധ്യമാവുക. അങ്ങനെ ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ പോലും
എന്തോ ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ശരീരം ഇങ്ങനെയായി നിൽക്കുന്നത് വിവിധ ഘടകഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഒരു പശിമ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ സ്വഭാവവിശേഷങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കുന്നത് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, എന്റെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്നെ നിലനിർത്തുന്നതും എന്നെ ചലിപ്പിക്കുന്നതുമായിട്ടുള്ള എന്തോ ഒന്ന് എന്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളതിനെയാണ് സ്പിരിറ്റ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറ്. ആ സ്പിരിറ്റിനെ മറ്റ് ജീവജാലങ്ങൾക്ക് സഹജബോധത്തിലൂടെ അറിയുന്നുണ്ട്. അവർക്ക് അറിവെന്ന് പറയുന്നത് ഒരു ബോധത്തിൽ വന്നു ചേരുന്ന വീണ് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. അവരെ സംബന്ധിച്ചോളം സഹജമായ വഴക്കവും സഹജമായ തഴക്കവും സഹജമായ എന്താ പറയാ കോംപ്രിഹെൻഷൻ, എല്ലാത്തിനെയും കുറിച്ചുള്ള ധാരണകളും സഹജധാരണകളാണ്. സഹജമായ ഭാവനകൾ. ഇപ്പൊ ഒരു പക്ഷി കൂടുണ്ടാക്കുന്ന സമയത്ത് അത് ഒരു രീതിയിൽ ഉണ്ടാക്കും, അടുത്ത കൂടുണ്ടാക്കുമ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക. മറ്റൊരു പക്ഷി കൂടുണ്ടാക്കുമ്പോഴും എന്ന് വെച്ചാൽ ആ ജീവിവർഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷി കൂടുണ്ടാക്കുമ്പോഴും അത് അതുപോലെ തന്നെ. അപ്പോൾ ഭാവനയ്ക്ക് പോലും സഹജ ഭാവനയാണ് ഉണ്ടാവുക. അവ എന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരുപോലെ തന്നെയായിരിക്കും. ആ കിളികളും മറ്റുള്ളതൊക്കെ വെളിപ്പെടുത്തുന്നതും ഒരുപോലെ തന്നെയായിരിക്കും. അപ്പൊ സഹജമായിട്ടുള്ള പ്രേരണകളും ഉണ്ടാവും. അപ്പോൾ സഹജത്വത്തിൽ നിന്നുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ കാര്യത്തിലാവുന്ന സമയത്ത് ഈ സഹജതയുമായി ബന്ധമില്ലാതെ നേരിട്ട് ഭാവനയുടെ ലോകത്ത് മാത്രം നിന്നുകൊണ്ട് അവന് ഭാവന ചെയ്യാൻ, എന്ത് കാര്യത്തെയും ഭാവന ചെയ്യാൻ അവന് ശേഷിയുണ്ട്. അപ്പൊ ഇതാണ് മറ്റു ജീവികളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹജമായി ജീവിക്കുന്ന ഒരു ജീവിയെ പോലെ സഹജമായി തന്നെ ഇരിക്കാൻ അവന് കഴിയണമെന്നില്ല. കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഭാവനയെ അതിയായി ആശ്രയിക്കാത്ത ഒരു കാലം, ഗോത്രകാലത്തിന്റെ ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവികളിലും ഒരു ജീവി ജനിച്ചു കഴിഞ്ഞാൽ അത് വളർച്ചയുടെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിയുന്നത് വരെ, എന്നുവെച്ചാൽ ശൈശവം കഴിയുന്നത് വരെ, കൗമാരത്തിലേക്ക് കയറണ്ട, ബാല്യത്തിലേക്ക് പോലും കയറണ്ട, ശൈശവം, ആ ശൈശവം കഴിയുന്നത് വരെയും അവൻ സഹജഭാവത്തിൽ തന്നെ ആയിരിക്കും നിൽക്കാൻ പ്രേരിപ്പിക്കപ്പെടുക. പക്ഷെ അവന്റെ പശ്ചാത്തലങ്ങൾ അവനെ അതിൽ നിന്നും പതുക്കെ പെട്ടെന്ന് എലിവേറ്റ് ചെയ്തിട്ട് അവനെ ബാല്യത്തിലേക്ക്, ചുറ്റുപാടുകളുമായി അനുരൂപനപ്പെട്ടിട്ടുള്ള ഒരു ബാല്യത്തിലേക്ക് പോകുമ്പോൾ ഈ സഹജഭാവത്തിൽ നിന്നും അവൻ ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഡിസ്കണക്ട് ആയി അവൻ യുക്തിയുടെ ലോകത്ത് അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ലോകത്തൊക്കെ ആയി പോകുന്ന സമയത്ത് ഈ മുമ്പേ പറഞ്ഞ ആധ്യാത്മിക മാനങ്ങൾ പോലും ഭൗതികവൽക്കരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഭൗതികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിൽ അവൻ ജീവിതത്തിന്റെ ഭൗതിക വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൻ ഒരുപാട് കോൺഫ്ലിക്റ്റുകളിലൂടെ കടന്നു പോകും. അവിടെയെല്ലാം തന്നെ അവൻ അവന്റെ സ്വത്വത്തെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഈ ഭാവന കൊണ്ട് തന്നെ ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നവരുടെ മുന്നിൽ നമുക്ക് ആധാരമാകുന്നത് എന്താണ്, നമ്മുടെ അടിത്തറയാകുന്നത് എന്താണ്, നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ്, നമ്മളെ ചരിപ്പിക്കുന്നത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ള പദം ഉപയോഗിച്ച് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളും അതിലെ ആളുകൾ ജീവിത വ്യാപാരങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്ന സമയത്ത് ആ വ്യാപാരത്തിൽ നിന്നും അവന്റെ സ്വത്വവുമായിട്ട് ലംബ രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ, ഉപരിവ്യവസ്ഥയുമായി കണക്ട് ചെയ്യുന്ന ഒരു ബന്ധം നിലനിർത്താൻ ബോധത്തിൽ നിന്നും വഴിമാറിയ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയുള്ള മതങ്ങളെല്ലാം അങ്ങനെ, ഇന്ന് കാണുന്ന മതമല്ല പറയുന്നത്, ആ മതത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് എല്ലാം തന്നെ അവർക്ക് ആ പ്രകൃതിയുടെ ആ ലീനഭാവവുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പിന്നീട് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും അതൊരു യുക്തിയായിട്ടും മാറി തീർന്നു എന്നുള്ളത് കാലത്തിന്റെ ഒരു അവസ്ഥ. അപ്പോ നമ്മളിവിടെ പ്രകൃതിയാത്മീയതയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ ആത്മീയതയുടെ ഒരു ശുദ്ധമായ ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നവരുമൊക്കെ ഈ അന്വേഷണം നടത്തുന്നത് നമ്മൾ ഈ സഹജഭാവത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആചാര്യന്മാരത്തരം പഠനങ്ങളും എന്താ പറയാ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതും നമ്മൾ വഴിമാറിപ്പോയതിൽ നിന്നും തിരിച്ചു പോകാനുള്ള ഒരു പിടിവള്ളിയായിട്ടാണ്. അപ്പൊ ഇതാണ് ആധ്യാത്മിക പഠനത്തിന്റെ പ്രസക്തി. നമ്മൾ നമ്മുടെ ട്രൂ സെൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗമാണ് ആധ്യാത്മികത. അത് അന്വേഷിക്കുന്നവർക്കാണ് കിട്ടുക, അത് പറഞ്ഞിട്ടുള്ളവർക്കാണ് കിട്ടുക. അല്ലാത്തവർക്ക് അത് ബോധ്യമുണ്ടാവില്ല എന്ന് മാത്രം. ബോധ്യമില്ല എന്ന് കരുതി അവരുടെ ജീവിതത്തിൽ അതില്ല എന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് കച്ചവടക്കാർ
കച്ചവടക്കാരുടെ കച്ചവടം മെച്ചമാകുന്നത്, കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ കച്ചവടം നടത്താൻ പറ്റുന്നത് അവരുടെ ഉള്ളിലെ ആത്മീയ ബോധം എന്ന് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഉള്ളിലെ ആത്മീയത, അവരുടെയുള്ള ആത്മീയ പ്രതിഭാസങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് ആ ബോധം കൂടെ ഉണ്ടെങ്കിൽ അവരത് കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ട് അഹിംസാത്മകമായി അത് ചെയ്യും. അതറിയാത്തപ്പോ അവർ ആ പ്രകൃതിയുടെ നിയമങ്ങളെ മാത്രം ഉപയോഗിക്കുന്നു, അവർ വിജയിക്കുന്നു. ആ വിജയം കച്ചവടത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നു, ഹിംസയുടെ രൂപത്തിൽ ഉണ്ടാകുന്നു, പല രൂപത്തിലുണ്ടാവും. പ്രകൃതിയിൽ ഹിംസ എന്നുള്ള പരിപാടിയൊന്നുമില്ല. അപ്പൊ പ്രകൃതിയുടെ ആത്മീയതയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവരത് ചെയ്യുമ്പോൾ കച്ചവടം ചെയ്യുന്നു, വിജയിക്കുന്നു, അവർ വിപുലപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളിൽ പെട്ടതാണ്. അപ്പോ ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം അറിയാതെയാണെങ്കിലും നന്നായിട്ട് ഉപയോഗിച്ച് വിജയിക്കുന്നത് ഉപഭോഗ സംസ്കാരത്തിനെ നല്ലപോലെ ഉപയോഗിക്കുന്ന കച്ചവടക്കാരാണ്. അവർക്കത് അറിയും കൂടെ ചെയ്യുമ്പോൾ ധാർമ്മികതയും അഹിംസയും എല്ലാം അതിന്റെ കൂടെ വന്നു ചേർന്ന് അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു പശ്ചാത്തലം ഉണ്ടായിത്തീരും എന്നുള്ളതാണ് നമ്മുടെ ഒരു നിരീക്ഷണം. അപ്പൊ ഇത് ആധുനിക കാലത്തെ കാലുഷ്യങ്ങളിൽ നിന്നും മാറി മനുഷ്യകുലത്തിന് ശാന്തമായി നിലനിൽക്കാൻ വേണ്ടുന്ന ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്, ലോകശാന്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശാന്തസൗഖ്യമായ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃത്യാത്മീയതയെ അറിയണമെന്ന് കരുതുന്നത് അതുകൊണ്ടാണ്. ഇതാണ് എനിക്ക് രാജേന്ദ്രേട്ടന്റെ ചോദ്യത്തിന് തരാനുള്ള ഉത്തരം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അല്ല, ഇവിടെ ബാക്കിയുള്ളവർക്കും കൂടി അത് ഒരു വെളിച്ചം കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അതെ.